من نصيبك راح تكون ولكن المنافسه الشريفه بينكم. شوف ഇന്നത്തെ വീഡിയോ ശരിക്കും വണ്ടിപ്രാന്തന്മാരൊരു വീഡിയോ കേട്ടോ. ശരിക്കും സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. മസ്കത്തിൽ ഒരു ഓട്ടോ ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോ ഷോ കാണാൻ നമ്മൾ ഫ്രണ്ടൊക്കെ പാടി പോവാണ്. ഒരു രക്ഷയില്ലാത്ത വണ്ടികളാണ് ഇത് നടക്കുന്നത്. മസ്കത്ത് എയർപോർട്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് വരുന്നത്. വണ്ടികളൊക്കെ മാരക വണ്ടികൾ, ഒരു രക്ഷയില്ലാത്ത വണ്ടികൾ, പെട്രോൾ. പിന്നെ അതുപോലെ അതിനൂടെ കാർ ഡ്രിഫ്റ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഇത് നമ്മളെ ഫ്രണ്ടാട്ടാ. ആളെ പേര് ഷഹസാദ് എന്നാണ്, കണ്ണൂർകാരനാണ്. ആള് നമ്മളെ പോലെ തന്നെ വലിയൊരു വണ്ടി പ്രേമിയാണ്. അപ്പുറത്തൊരു മാസ്മേരിക്ക് സാധനം കിടക്കുന്നുണ്ട്. മൈ ഫേവറേറ്റ്. ഒരു രക്ഷയില്ലാത്തൊരു വണ്ടി കേട്ടാ. അത് സംഭവം പക്ക ഡ്രിഫ്റ്റിംഗ് ആണ്. പക്ക ഡ്രിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങൾ വരുന്നതിൻ്റെ ഇപ്പോൾ ഈ വണ്ടിൻ്റെ ഡ്രിഫ്റ്റിംഗ് ഷോ ഒക്കെ കഴിഞ്ഞു. ഇതിൻ്റെ ടയറൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക്. പിന്നെന്താ പറയുക, അത് നല്ല നല്ല അടിപൊളി നല്ല സ്പോർട്സ് ലുക്കിൽ തന്നെയാണ് വണ്ടി ഫുള്ള് പണിതിട്ടുള്ളത്. വണ്ടി ഏതാണ്? ഇതേതാ വണ്ടി? അതുപോലെ ഈ വണ്ടിൻ്റെ എക്സോസ്റ്റ് നേരെ സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ബോണറ്റിൻ്റെ സൈഡിലാണ്. പ്രത്യേകം എന്താ പറയുക, കസ്റ്റമൈസ് ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ട ശരിക്കും ഡ്രിഫ്റ്റിങ്ങിൻ്റെ എല്ലാ സെറ്റിങ്സും അതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താ ബാക്കിൽ അതിൻ്റെ അതും എല്ലാതും എന്താ പറയുക, നല്ല ഒന്നിനൊന്നും മെച്ചത്തിൽ തന്നെയാണ്. നല്ല അടിപൊളിയായിട്ടാണ് എല്ലാ വർക്കും ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഓണറെ നമ്മൾ പരിചയപ്പെട്ടു. നല്ല അടിപൊളി തന്നെയാണ്, നമ്മളെ വണ്ടി ഭ്രാന്തൻ തന്നെയാണ്. അപ്പോൾ അത് അടുത്ത ഡ്രിഫ്റ്റിംഗ് സെക്ഷനുള്ള വണ്ടികൾ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അതൊക്കെ എന്താ പറയുക, ഓരോന്ന് കഴിഞ്ഞ് പോവുകയാണ്. പക്ഷെ എന്താ വണ്ടി ഒരു രക്ഷയില്ലാത്ത വണ്ടികളായിരുന്നു. നമ്മളാളോട് വണ്ടിൻ്റെ ഉള്ളൊക്കെ ഷൂട്ട് ചെയ്തിട്ടെന്ന് വെച്ച് ആളൊരു മടിയും കൂടാതെ പറഞ്ഞു ഉള്ളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. പിന്നെ അവരെ ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പോകാൻ നിൽക്കുന്ന സമയത്തുകൊണ്ട് നമ്മൾ മാക്സിമം പെട്ടെന്ന് ഷൂട്ട് ചെയ്തിട്ട് എല്ലാ പരിപാടിയും കഴിച്ചു. അങ്ങനെ ഇങ്ങനത്തെ ഈ വണ്ടി മാത്രമേ നമ്മൾ സ്പെഷ്യലായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു, ഒരുപാട് വണ്ടികൾ. പിന്നെ അതുപോലെ അതാ ഡ്രിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ടയറിൻ്റെ അവസ്ഥ, അന്ന് ചെയ്ത വണ്ടികളുടെ അവരുടെ ടയർ ഊരി വെച്ചതാണ്. അത് ഇതേപോലെ തന്നെ വേറൊരു സാധനം, മാസ്മരിക സാധനങ്ങൾ. എൻ്റെ ഫ്രണ്ടൊക്കെ കണ്ടില്ല. അതൊക്കെ വെറും ഡ്രിഫ്റ്റിങ്ങിന് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന വണ്ടികളാണ്, റോട്ടിൽ നിന്ന് ഇറക്കി ഉപയോഗിക്കുന്നില്ല. അതൊക്കെ പ്രൊഫഷണൽ ഡ്രിഫ്റ്റേഴ്സുമാണ്. ഇവിടുത്തെ ഒമാൻ്റെ ഡ്രിഫ്റ്റേഴ്സ് ക്ലബിലൊക്കെ അംഗത്തുള്ള ആൾക്കാരാണ്. ഇത് ഏതാ വണ്ടി എന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷേ അത് ഭയങ്കര ലുക്ക്. അത് നമ്മളെ എന്താ പറയുക, വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന അറിയില്ല. പക്ഷേ വണ്ടി നല്ല അടിപൊളി വണ്ടിയായിരുന്നു. ഈ ആളെ നമ്മൾ പരിചയപ്പെടുത്താൻ മറന്നു. നമ്മളൊരു ചെറിയ വണ്ടി ഭ്രാന്തനാണ് കേട്ടോ. നമ്മളെ സുന്നിച്ചിൻ്റെ മോനാണ്. ഞങ്ങളെല്ലാവരും കൂടിയാണ് പരിപാടിക്ക് വന്നത്, പരിപാടി ഷോ കാണാൻ വേണ്ടി വന്നത്. ഇതതുപോലെ ഈ വണ്ടി ഒരുപാട് ഡ്രിഫ്റ്റിലൊക്കെ പങ്കെടുത്തിട്ട്, കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഡ്രിഫ്റ്റിലൊക്കെ പങ്കെടുത്തിട്ട് കിട്ടിയ ട്രോഫി കാര്യങ്ങളൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓണർ നമ്മൾ പരിചയപ്പെട്ടു. നല്ല എന്താ പറയുക, നല്ല അടിപൊളി ആളായിരുന്നു. ആൾ ഷൂട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉള്ള ഇത് പറഞ്ഞു. പക്ഷെ നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. ഇതും നല്ല അടിപൊളിയായിട്ടാണ് വണ്ടി പണിയെടുപ്പിച്ചിട്ടുള്ളത്, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഇന്നത്തെ നമ്മളെ ഷോ കാണാനുള്ള സമയം കഴിഞ്ഞു. ഷോ ഞങ്ങൾ വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് വന്നപ്പോൾ നല്ല അടിപൊളി വേറൊരു വണ്ടി കൂടെ ഉണ്ടായിരുന്നു. ഇതും ഡ്രിഫ്റ്റ് വണ്ടിയാണ്. ഇതൊക്കെ ഒമാൻ ക്ലബിലുള്ള വണ്ടികളാണ്. എന്താ പറയുക, ഒരുപാട് വണ്ടികളിവിടെ ഉണ്ട് കേട്ടോ. എന്താ പറയുക, ശരിക്കും വണ്ടി ഭ്രാന്തന്മാർ മിസ് ചെയ്യുന്ന ഒരു ലോകം തന്നെയാണ്. ഇതെല്ലാ വർഷവും നടക്കുന്നുണ്ട് ഈ ഡ്രിഫ്റ്റിംഗ് പരിപാടി. പക്ഷെ ഇവിടുത്തെ വണ്ടികളൊക്കെ എന്താ പറയുക, ഡ്രിഫ്റ്റിങ്ങിൻ്റെ വണ്ടികളൊക്കെ പണിയെടുത്തതുണ്ടല്ലോ, വേറെ ലെവലിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത്.
ഇനി ഒരുപാട് ഓഫ് റോഡ് ചെയ്യുന്ന ഒരുപാട് വണ്ടീൻ്റെ ഷോ ഉണ്ട് കേട്ടോ. അത് വേറെ തന്നെ സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ടാണ്. ടെൻറ്റും കാര്യങ്ങളും മറ്റുള്ള പല രീതിയിലും പണിയെടുപ്പിച്ച ഒരുപാട് വണ്ടികളിവിടെ ഉണ്ട്. ഇതും ഒമാൻ്റെ ഒരു വേറെ ക്ലബ്ബ് തന്നെയാണ്, ഓഫ് റോഡേഴ്സിൻ്റെ. കൂടുതലും ഇവിടെ ഉള്ളതൊക്കെ ഡെസേർട്ടിൽ യൂസ് ചെയ്യുന്ന വണ്ടികളാണ്. പക്ഷെ വണ്ടി വേറെ ലെവല് വണ്ടികളാണ് ഈ എല്ലാ വണ്ടികളും. ഞങ്ങൾ സമയം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് കുറേ വണ്ടികളൊക്കെ പോയിട്ടുണ്ട്. എന്തായാലും ഇത് ഫുള്ള് കവർ ചെയ്തിട്ട് വേറൊരു വീഡിയോ കൂടി ഞങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും വണ്ടി ഉണ്ടായിട്ട് നമുക്ക് വീഡിയോയിലെല്ലാം കവർ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അതൊരു കാരവാൻ, അതൊരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. ഭയങ്കര നല്ല അടിപൊളിയായിട്ടാണ് ആ വണ്ടി പണിയെടുപ്പിച്ചിട്ടുള്ളത്. ഇതൊരു രക്ഷയില്ലാത്ത വണ്ടി കേട്ടോ. ഇതിലെന്താ പറയുക, എല്ലാ ഓപ്ഷൻസും ഉണ്ട്. പിന്നെ അടുത്ത വേറെ ഐറ്റംസുകൾ നമ്മൾ സുന്നിച്ചൻ മോനും ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളുള്ള സമയം വെച്ചിട്ട് എല്ലാ വണ്ടികളും മാക്സിമം കവർ ചെയ്യുന്നുണ്ട്. പിന്നെ സമയം കഴിഞ്ഞുകൊണ്ട് കുറേ വണ്ടികളൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ അപ്പുറത്ത് കാണുന്നതാണ് ഡ്രിഫ്റ്റിംഗ് സെക്ഷന്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഓഫ് റോഡിൻ്റെ രാജാവ് എന്നറിയപ്പെടുന്ന ജീപ്പ്, അതും നല്ല അടിപൊളിയായിട്ടാണ് പണിയെടുപ്പിച്ചോടെ കൊടുത്തിട്ടുള്ളത്. വേറെ ലെവല് വണ്ടി തന്നെ. നമ്പർ 9888, അടിപൊളി നമ്പറും വെച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല, 4 ആംഗിളൊന്നും വേറെ ലെവലിൽ ശരിക്കും ഗ്യാങ്സ്റ്റർ ലുക്കിലാണ് സാധനം പണിതിട്ടുള്ളത്. അത്രയും നല്ല അടിപൊളിയായിട്ട്. നമ്മളെ ഫേവറേറ്റ് വണ്ടി കേട്ടോ ജീപ്പ്. ഈ വണ്ടിയുടെ ഡ്രൈവർ വന്നിട്ട് വണ്ടി എന്തായാലും ഈ ഷോക്ക് ഇട്ടോടുന്ന് എടുക്കാൻ പോട്ടാ. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം. മാർഗ സാധനം അത് കഴിഞ്ഞപ്പോൾ ഇതാ വീണ്ടും ഇവിടെ വേറെ തന്നെ സ്റ്റൈൽ ഒരുപാട് വണ്ടി കേട്ടോ. ഇത് ശരിക്കും എന്താ പറയുക, നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആക്കിയ വണ്ടി കേട്ടോ. ഇതിൻ്റെ വീലൊക്കെ കണ്ട എക്സ്ട്രാ കസ്റ്റമൈസ് ചെയ്തത്. ഇത് എങ്ങനെ റോട്ട് മൂക്കിൽ എന്തായാലും പോകില്ല. ഇതെനിക്കൊന്ന് യുദ്ധകാലത്തൊക്കെ ഉപയോഗിക്കുന്ന വണ്ടിയാന്ന് തോന്നുന്നു. ഇതിൻ്റെ ഓണർ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത് യൂസിങ്ങിനാണോ അതോ ഷോക്ക് ഇട്ടതാണോ എന്താണെന്ന് അറിയില്ല. ആളുണ്ടായിരുന്നെങ്കിൽ നമുക്കൊന്ന് ചോദിക്കായിരുന്നു. പക്ഷേ വണ്ടി എന്തായാലും വേറെ ലെവലാക്കിയിട്ടുണ്ട്. ഇത് എങ്ങനെ ഇത് ഓടിക്കാൻ പറ്റാന്നാണ് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 4 സൈഡിലും സീറ്റും കാര്യങ്ങളും എന്താ, ബാക്കൊക്കെ ഇതിൻ്റെ വേറെ ലെവലിലാണ് പണിയെടുത്തിട്ടുള്ളത്. ഓ, ഡോർ ഓപ്പൺ ചെയ്തിട്ടാണുള്ളത്. ബാക്കിൽ ഇത് യൂസ് ചെയ്യുന്ന വണ്ടി തന്നെയാണ് കേട്ടോ. ഇതിൽ റോട്ടിലൂടെ എല്ലാം എന്നുള്ളതെന്ന് തോന്നുന്നത്. ഇത് വേറെ എന്തൊക്കെ യൂസ് ചെയ്യാനാണ് എന്തായാലും നമുക്കറിയില്ല ഇത് എങ്ങനെയത്. ഇതിൻ്റെ ആൾക്കാരെ കണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ പറയും. അത് കഴിഞ്ഞപ്പോൾ ഇത് അടിപൊളി വേറൊരു വണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്താ പറയുക, ട്രാവലിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന വണ്ടികളാട്ടോ. ലോങ് ഡ്രൈവുകൾ, ട്രക്കിംഗ് പരിപാടി, ഡെസേർട്ട് പരിപാടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് ഇവിടുത്തെ ഒമാലിനുള്ള നമ്പർ 1 ക്ലബ്ബുകളിലുള്ള വണ്ടികളാണ്. എന്തായാലും ഒരു രക്ഷയില്ലാത്ത വണ്ടികളാണ്. ഇത് നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ ഫ്രണ്ടും ബാക്കൊക്കെ നല്ല അടിപൊളിയായി പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതാണ്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.